Praise the Lord. Very good morning. A blessed good morning to everyone who is hearing this message. Hallelujah. Have a wonderful, supernatural, peaceful Friday. Hallelujah. ഇത്ര പെട്ടെന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോകണേ അല്ലേ? സ്വർഗത്തിലെ കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു വെള്ളിയാഴ്ച തന്നേക്കുക. ഫസ്റ്റ് ലെറ്റ് us worship the Lord. ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹല്ലേലൂയ. വിശ്വാസമില്ലാതെ കർത്താവിൽ നിന്ന് നമുക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പണ്ടത്തെ പിതാക്കന്മാർ നോക്കിയാൽ അവർ വിശ്വാസത്തിന് എന്തുമാത്രം വില കൊടുത്തവരാണല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും അവരുടെ അടുത്ത ജനറേഷൻസൊക്കെ ദേ ആർ ഓൾ ബ്ലെസ്ഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഫെയ്ത്ത്. ഹല്ലേലൂയ. സോ ഹാവ് ഫെയ്ത്ത് and receive God's promises for you. Hallelujah. വിശ്വാസമില്ല. നമ്മളൊക്കെ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ളവരാണ്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വാഗ്ദത്തങ്ങൾ നിറവേറിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ബട്ട് വിത്തൗട്ട് ഫെയ്ത്ത്, ഹല്ലേലൂയ, എങ്ങനെയാണ് കർത്താവിന് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ നിറവേറുന്നത്? ചിലപ്പോൾ നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വി ഷുഡ് വെയിറ്റ് ഫോർ ലോങ്. അബ്രഹാമൊക്കെ എന്തോരം വെയിറ്റ് ചെയ്തു, അത്രയൊന്നും നമുക്ക് പോകേണ്ടി വരില്ല. ഈവൻ ദെൻ ഞാൻ പറയുക, ഹല്ലേലൂയ, ഫെയ്ത്തിന് നമ്മൾ ഒരുപാട് വില കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഫെയ്ത്തിന് ഒരുപാട് വില കൊടുക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതം, ഇന്നലെ നമ്മൾ മറിയാമ്മ ആൻറ്റിയുടെ കാര്യം നമ്മൾ അറിഞ്ഞതാണ്. ഹല്ലേലൂയ. എത്ര ജീവിതത്തിൽ വില കൊടുത്തൊരു അപ്പോസ്തല മാതാവാണത് മറിയാമ്മ തമ്പി ആൻറ്റിയോട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. സച്ച് എ ഗ്രേറ്റ് ഫെയ്ത്ത് ഷീ ഹാഡ്. ഹല്ലേലൂയ. ആൻറ്റി ജീവിതത്തിൽ ഒരുപാട് കർത്താവിന് വേണ്ടി തൻ്റെ വളരെ യങ് ഏജ് തൊട്ട് കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം കൊടുത്തതാണ്. ഹല്ലേലൂയ. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. അങ്ങനെയുള്ള ഒരുപാട് മാതാക്കളെ നമുക്കറിയാം. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാരുടെ ഭാര്യമാർ, ഒറ്റയ്ക്ക് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ, അവരൊക്കെ തന്നെ തന്നെ ത്യജിച്ച് കർത്താവിൻ്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിച്ചവരാണ്. അവരുടെ ഒക്കെ ജീവിതം നമ്മുടെ മുന്നിൽ നിൽക്കുക. എബ്രായർ 11 സാക്ഷികൾ അല്ലാതെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയണേ. നമ്മുടെ മുന്നിൽ ഇത്ര വലിയ സാക്ഷികൾ നിൽക്കുവാണ്. അതുകൊണ്ട് നമ്മളൊന്നിലും പതറിപ്പോകരുത്, നമ്മളൊന്നിലും തളർന്നു പോകരുത്. നമ്മൾ കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ പോരാടുക. ഹല്ലേലൂയ. So first let us worship the Lord and come to the today's message. Hallelujah. സർവ പാപ കരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. സർവ പാപ കരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. ഊർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ രക്തമേ. ഊർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ രക്തമേ. യേശുവോടിൽ ഓകർ ചെയ്ത തോർക്കനീ എന്നുള്ളമേ. വേദനയോടീശുദേവൻ ചൊരിഞ്ഞ രക്തമേ. സർവ
ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേണ്ടി എത്ര കഷ്ടം സഹിച്ചു സ്വർഗത്തിലെ കർത്താവ്. സകല മാനവരാശിയും പാപത്തിന് വീണ്ടെടുക്കുവാൻ. ഹല്ലേലൂയ. സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് സ്വർഗത്തിൽ തൻ്റെ സകല മഹത്വവും വെടിഞ്ഞ് താണ ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ സകല മാനവരാശിക്കും വേണ്ടി തൻ്റെ ശരീരം, തൻ്റെ ജീവൻ ഏൽപ്പിച്ചു തന്നു. അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ഒഴുക്കി. എന്തിനാ ദൈവമക്കളെ? ക്രിസ്ത്യാനികളെ മാത്രം സ്വന്തം മക്കളാക്കാനാണോ? അല്ല ദൈവമക്കളെ, ഈ ലോകത്തുള്ള സകല മക്കളും എൻ്റെ കർത്താവാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എല്ലാവരെയും തൻ്റെ മക്കളാക്കി തീർക്കുവാനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരെ എല്ലാം രക്ഷിക്കാനാണ് എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ധാരാള ശന്ധര നീണ്ട ഇരുമ്പാണികൾ തൻ്റെ കാലുകളും കൈകളിലും അടിച്ചു തകർക്കുമ്പോഴും മുള്ളുകൊണ്ട് കിരീടം തലയിൽ വയ്ക്കുമ്പോഴും എല്ലാം നമ്മുടെ ഓരോരുത്തരുടെ മുഖങ്ങളാണ് ദൈവത്തിൻ്റെ ഹല്ലേലൂയ മനസ്സിലുള്ള ദൈവമക്കളെ. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഹല്ലേലൂയ. Thank you Jesus for this wonderful morning, Daddy. We praise you, we lift up your name Jesus, we adore you, we glorify you. Great God, the most holy, I praise you, living God, loving God, God of love and peace. I praise you, Daddy, God of all comforts, God of patience, God of consolation, God of glory, God of mercy. Hallelujah. God of the valleys. ഞങ്ങളുടെ താഴ്വരകളിലും ഞങ്ങളുടെ കുന്നുകളിലും ഞങ്ങളോട് കൂടെയിരിക്കുന്ന കർത്താവേ, the only true God, one God the Father, only wise God, God of heaven, holy God, God of truth, God of promises, God who keeps his covenant. നമ്മളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അത് നിവർത്തിച്ചു തരുന്ന കർത്താവേ. Hallelujah. You never change, Daddy. Such a loving God. Hallelujah. Oh, Rabara Sabdara. You are the God of righteousness. Oh, സത്യത്തിൻ്റെ ദൈവമാണ്. നീതി വിട്ടെടുത്തോട്ടോ വലത്തോട്ടോ നീങ്ങാത്ത എൻ്റെ കർത്താവ്. ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നിവൃത്തിയാക്കുന്ന കർത്താവേ. Hallelujah. You are such a faithful God. We praise you. We lift up you. We adore you. We glorify this morning, Daddy. Hallelujah. Rikalaba Sataralaba. God who forgives us. Wonder working God. God who makes all things. God of my salvation. God of Savior. God is the health of my countenance. God of my exceeding joy. Blessed God, I praise you, Daddy. Hallelujah. Lord of gods. Hallelujah. Lord of hosts. Lord of peace. Hallelujah. The most God. Most high God. Oh, Rabba Santara Rabba Shekhe Mere Sendaralobo Shokaraba. കർത്താവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി ഈ പ്രഭാതി ജീവനോടെ ശ്വാസത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേൽപ്പാൻ എൻ്റെ കർത്താവ് തന്ന കൃപയാണ് കർത്താവേ ഈ പ്രഭാത്ത് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങളുടെ കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നുമല്ല കർത്താവേ. എൻ്റെ അപ്പാ, അങ്ങയുടെ കൃപയില്ലാതെ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം ഹല്ലേലൂയ ഞങ്ങൾക്ക് ഈ ഭൂമിയിലായിരിക്കുവാൻ കഴിയത്തില്ല കർത്താവേ. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ മോർണിംഗ് ഡാഡി. ഹല്ലേലൂയ. ഓ, ഈ പ്രഭാതി ജീവനോടെ ശ്വാസത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ ഓർമ്മശക്തിയോടെ സുബോധത്തോടെ എഴുന്നേറ്റ് നടക്കാൻ കൃപ തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന. എത്ര സൗഖ്യങ്ങൾ, എത്ര വിടുതലുകൾ, എത്ര പ്രൊട്ടക്ഷൻ, എവിടെയെല്ലാം പോയ ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളെ താങ്ങി. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് ഞങ്ങളെ നടത്തി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പോയാൽ എന്താണുള്ളത് ഡാഡി? There is nothing else. It's you. Hallelujah. Who is living in us? It's not I. It's not us that is living. It's you. Christ is living in us. Hallelujah. Oh, Rikalaba Shataraba. Oh, you are inside us and you are leading us, Daddy. Hallelujah. Oh, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഹാലേലൂയ പോഴുവാനാണ് ഉള്ളത് കർത്താവേ. അധര ബല അധികാരഗതികസ്യ റീബരവശംദരധികാലഗതികസ്യ ഉഡാലബ ശിഖാലബ സന്ധരലിതികേസ്യ അന്തരബ. കർത്താവേ, മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും ബ്ലെസ്സിങ്
blessing each and every one. Daddy, ഇന്ന് ആ എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങട്ടെ. Let God's glory fill that hallelujah place, Daddy. I'm blessing each and every one who is coming that hallelujah ആ ഫംഗ്ഷൻ ഡാഡി ഹാളിലെ കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ So let us come to the message. Hallelujah. God has given us a wonderful promise, it's a wonderful blessing message. Hallelujah, hallelujah. So I'm greeting everyone in the powerful name of our Lord and Savior Jesus Christ. Hallelujah. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് തന്നേക്കണ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49 അധ്യായത്തിൻ്റെ 25 വാക്യം. Genesis 49 verse 25. Hallelujah. God will bless you with blessings of heaven above, blessings of the deep that crouches beneath. Hallelujah. God will shower upon your blessings from heaven above and the depths below. Hallelujah. Tharabashatara. അതിൻ്റെ മലയാളം വാക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം ഇത് ഏത് സമയത്ത് പറഞ്ഞിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. 49 അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 25 വാക്യമാണ്. ഹല്ലേലൂയ. നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും ഹല്ലേലൂയ അനുഗ്രഹങ്ങളാലും ഉലയുടെ ഗർഭത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. ഇതൊരു ബ്ലെസ്സിങ് ആണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ധര നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന്. ഹല്ലേലൂയ. എന്താ പറയുക, യോസേപ്പിന് അനന്തര യോസേഫ് നിൻ്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ എഫ്രൈം എന്നീ 2 പുത്രന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. അവർക്ക് കൊടുക്കുന്ന ബ്ലെസ്സിങ്സ് ആണത്. ഹാലേലൂയ. ഓ റബാല ഷിഖാരാബ റെദിക്കെ ആരാബാര ഷിഖാരാബ ഓ റിഖാബ സിഖാരലബ 49. ഹാലേലൂയ. സ്തോത്രം. ഹാലേലൂയ. അതിൽ നമുക്കതിന് മുന്നേ നമുക്ക് കാണാം. ഹാലേലൂയ. എന്താണ്? നിൻ്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെയും അനുഗ്രഹങ്ങളെയും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. അതിൻ്റെ മുന്നിൽ പറയുന്നു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കൈയാൽ ബലപ്പെട്ടു, ഇസ്രായേലിൻ്റെ പാറയ ഇടയൻ്റെ നാമത്തിൽ തന്നെ. ഹാലേലൂയ. അതിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം നമ്മൾ ഈ അധ്യായത്തിൽ കിടപ്പുണ്ട്. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നു. ഹാലേലൂയ. സോ ടുഡേയ്സ് ബ്ലെസ്സിങ് വേഴ്സാണ് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ഈ ബ്ലെസ്സിങ് വീഴട്ടെ. ഗോഡ് വിൽ ഷവർ us blessings from heaven above and depths below. ഹാലേലൂയ. ഈ ഡിവൈൻ അഷ്യൂറൻസ് ആർക്ക് കൊടുത്തതാണ്? ഇറ്റ് വാസ് ഗ്രാൻഡഡ് ടു ജോസഫ്. ഹാലേലൂയ. യോസേപ്പിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. ഹാലേലൂയ. ഫലപ്രദമായ വൃക്ഷം, എ ഡിവോട്ട് മാൻ ഓഫ് ഗോഡ് ഹു ചെറിഷ്ഡ് ഹിസ് ഫെയ്ത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസത്തിന് വേണ്ടി താൻ സൈലൻ്റ് ആയിട്ടിരുന്നു. ഹാലേലൂയ. ഒരു വലിയ ദർശനം, ഒരു വലിയ സ്വപ്നം കണ്ടതിൻ്റെ ഭാഗമായിട്ട് താൻ വിശ്വാസത്തിന് വേണ്ടി അനേക തീയിലൂടെ കടന്നു. ഹാലേലൂയ. അനേക വേദനകൾ, നിന്ദകൾ, അപമാനങ്ങൾ, കുഴികളിൽ വീണു, താൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു, എന്തെല്ലാം വേദനകളിലൂടെ നടന്നു. അവസാനം he became a leader of the nation. ഹാലേലൂയ. ഗവർണർ പൊസിഷനിലേക്കൊക്കെ വന്നു അല്ലേ? അങ്ങനെയല്ല നമ്മൾ വായിച്ചത്. ആ ഫറവോൻ്റെ അടുത്ത സ്ഥാനം യോസേഫിന് കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിനൊരു വലിയ വിലയുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. നമ്മൾ പ്രോവേർബ്സ് 28:20 നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ എടുക്കാം. എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ വിൽ അബൗണ്ട് വിത്ത് ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ. Proverbs 28:20 says, hallelujah. Proverbs 28:20 says, hallelujah. എന്താണ്? വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. ഹല്ലേലൂയ. വിശ്വസ്തനായിരിക്കുന്നവൻ
വിശ്വസ്ത പുരുഷൻ, വിശ്വാസമുള്ളവൻ, വിശ്വസ്തനായുള്ളവനും. ഹല്ലേലൂയ. എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ വിൽ അബൗണ്ട് വിത്ത് ബ്ലെസ്സിങ്സ്. അവൻ്റെ മേൽ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം വീഴും. കാര്യം അവൻ ആ വിശ്വാസത്തിന് വേണ്ടി വലിയൊരു വിലയാണ് കൊടുത്തത്. ഹല്ലേലൂയ. നമ്മൾ യെശയ്യാ പ്രവചനം 61 അധ്യായത്തിൻ്റെ 9 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട് എൻറ്റയർ ജനറേഷൻ വിൽ ബി ബ്ലെസ്ഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ തലമുറ മാത്രമല്ല, വരുന്ന ജനറേഷൻസും കൂടെ ബ്ലെസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12:2 നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു അല്ലേ. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ഹി വാസ് ചോസൺ ബൈ ദ ലോർഡ്. ഹി ബിക്കേം എ മാൻ ഓഫ് ഗോഡ് ത്രൂ ഹിസ് അൺവേവറിങ് ഫെയ്ത്ത്. അബ്രഹാമിൻ്റെ പോലത്തെ ഫെയ്ത്ത് നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ. ആക്ച്വലി എല്ലാവർക്കും ഒരേ ലെവൽ ഓഫ് ഫെയ്ത്താണ് ദൈവമക്കളെ തന്നേക്കണേ. പക്ഷെ നമ്മളത് എത്രമാത്രം യൂസ് ചെയ്യുന്നു, ആക്ടിവേറ്റ് ആക്കണമെന്നുള്ളതാണ് പ്രധാനം. ഹല്ലേലൂയ. ധാരാള ശാന്തര. ഞാൻ മത്തായി സുവിശേഷം 1 അധ്യായത്തിൽ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 1 അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 1 തൊട്ട് 17 വരെ നമ്മൾ വായിക്കുവാണെങ്കിൽ ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി അങ്ങനെ ഇങ്ങനെ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. 17 വരെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ തലമുറകളാകെ, അതിൻ്റെ 17 വാക്യം മാത്രം വായിക്കുന്നു, ഞാൻ സമയമില്ലാത്തതുകൊണ്ട്. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. ഹാലേലൂയ. ധാരാബ ശാന്തര. ഹാലേലൂയ. റീഖാബ സന്തര. അവിടെ എംഫസൈസ് ചെയ്യുന്ന എന്താണ്? ആ ജനറേഷനെ കുറിച്ചാണ്. എന്ത് ജനറേഷൻ, എന്തുകൊണ്ടാണ് അത് അവിടെ വചനത്തിൽ പറയാൻ കാരണം? ബിക്കോസ് ദേ ഓൾ വാക്ക്ഡ് ഇൻ ഫെയ്ത്ത്. അവർ വിശ്വാസത്തിൽ നടന്നത് കൊണ്ടാണ്. ഗലേഷ്യയിലേനെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് those who hold on to faith are blessed. ആരെല്ലാം വിശ്വാസത്തിന് വേണ്ടി നിന്നോ അവരെല്ലാം ബ്ലസ് ചെയ്യപ്പെട്ടു. സോ ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇഫ് യു ആർ സീക്കിംഗ് ഗോഡ്സ് ബ്ലെസ്സിങ്, ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ഗോഡ്സ് ബ്ലെസ്സിങ്, ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ എ പ്രോമിസ് ടു ബി ഫുൾഫിൽഡ് ഇൻ യുവർ ലൈഫ്, ഹല്ലേലൂയ. കർത്താവ് പറയുന്നു ഈ പ്രഭാതത്തിൽ യു മസ്റ്റ് ഹാവ് ഫെയ്ത്ത് ടു റിസീവ് ദം. അത് പ്രാപിക്കാനുള്ള വിശ്വാസം നമ്മളിൽ വരണം. വിശ്വാസം നമ്മളിൽ വരണം. എന്നോടുൾപ്പെടെ ഈ പറയുന്നത് വിശ്വാസം വേണം. Hallelujah. Like Abraham, anchor your faith securely in the Lord Almighty. നമ്മൾ ദൈവത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണം ദൈവമക്കളെ. വേറെ ഒരു വഴിയില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ റെഡി ആവണം. ഹല്ലേലൂയ. നമ്മൾ ആർക്കും നമുക്ക് പേഷ്യൻസ് ഇല്ല. ഞാൻ ഉൾപ്പെടെ ഈ പറയുന്നത്, നമുക്കെല്ലാം നമ്മളൊരു പ്രാർത്ഥനാ വിഷയം കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചാൽ നമുക്ക് ഉടനെ മറുപടി ലഭിക്കണം. ബട്ട് എല്ലാ റിക്വസ്റ്റിനും ചിലപ്പോൾ സമയമെടുക്കും. നമ്മുടെ മീറ്റിങ്ങിൽ ഒരു സിസ്റ്റർ പിണങ്ങി തന്നെ പോയി. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനയ്ക്ക് വൈകി മറുപടി ഡിലേ ആയതുകൊണ്ട്. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരാ മറുപടി തരുന്നത്? കർത്താവല്ലേ. അപ്പോൾ കർത്താവിനോടല്ലേ പിണങ്ങിയത്? എന്നോടാണോ? ഹല്ലേലൂയ. എത്ര പേർക്ക് വിഷയങ്ങൾ കിട്ടി, എത്ര മിറക്കിൾസ് ഈ മീറ്റിങ്ങിൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഹല്ലേലൂയ. പ്രയറിന് വന്നിട്ട് നമ്മുടെയൊക്കെ വിശ്വാസം കർത്താവ് പരിശോധിക്കും. ഹല്ലേലൂയ. ധാരാലാബ ശാന്തരാബ റീഖാബാബ. മറുപടി തരുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. വി ആർ ഓൾ ജസ്റ്റ് ഇൻറ്റർസെസിങ് ഫോർ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മറുപടി തരുന്നത് കർത്താവാണ്. കർത്താവാണ് എല്ലാത്തിൻ്റെ ഓണർ. നമ്മുടെ കയ്യിലല്ല ഒരു കാര്യവും ഇരിക്കുന്നത് ദൈവമക്കളെ. ഹല്ലേലൂയ. Psalm 115:13 പറയുന്ന എന്താണ്? Assures that God blesses those who fear Him, both small and great. ചെറിയവരാണെങ്കിലും പണക്കാരാണെങ്കിലും വലിയവരാണെങ്കിലും. ഹല്ലേലൂയ. കർത്താവിനെ ഭയക്കുന്നവരെ, കർത്താവിനെ വിശ്വസിക്കുന്നവരെ. ഹല്ലേലൂയ. ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ഇപ്പോൾ വന്ന വിശ്വാസിയാണെങ്കിലും ഒരുപാട് വർഷം വിശ്വാസി നിന്ന ഒരു ദൈവ പൈതലാണെങ്കിലും കർത്താവ് ബ്ലസ് ചെയ്യും. നമ്മൾ എബ്രായ ലേഖനം അതാണല്ലോ നമ്മൾ വായിക്കുന്ന 10 അധ്യായത്തിൽ. God remains faithful in fulfilling promises, and today you are poised to receive abundant blessing just as Abraham. നമ്മളെല്ലാം ഹല്ലേലൂയ
ധാരാഭാഷാന്തര. അബ്രഹാമിനെ ദൈവം എപ്രകാരം അനുഗ്രഹിച്ചു അപ്രകാരം നമ്മളും അനുഗ്രഹിക്കപ്പെടും. അതിനേക്കാളും ബ്ലെസ്സിങ്സ് ആണ് ന്യൂ ക്രിയേഷനിലുള്ള ദൈവമക്കൾക്ക് കർത്താവ് വെച്ചേക്കുന്ന ദൈവമക്കളെ. പക്ഷേ വി ഷുഡ് ഹാവ് ഫെയ്ത്ത്, വി ഷുഡ് റിമെയിൻ ഫെയ്ത്ത്ഫുൾ ഇൻ ഫുൾഫില്ലിങ്. കർത്താവിൻ്റെ പ്രോമിസസ് നമ്മൾ നിറവേറുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ അതാണല്ലോ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം, ഹല്ലേലൂയ, എബ്രായ ലേഖനത്തിന് 1 പറയുന്ന അതാണ്. എന്താണ്? ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഹല്ലേലൂയ. നമ്മൾ ദൃശ്യമായി നമുക്ക് ചുറ്റുമുള്ളത് കണ്ട്, നമ്മുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് കണ്ട്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ പ്രോഫസിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്. അതിനോടെല്ലാം നമ്മളങ്ങ് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ ജീസസ്. നമ്മൾ യേശുവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വീരന്മാരുടെ പട്ടികയിൽ അവരെക്കാളും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്തിൽ നമ്മൾ വലിയ പോരാളികളായിത്തീരും. കർത്താവിൽ നിന്ന് വൻ കൃപകൾ, വൻ ബ്ലെസ്സിങ്സ് നമ്മൾ പ്രാപിക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. ധരാഭാഷത്തര. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ലവിങ് ഫാദർ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തേക്ക് അണഞ്ഞു വരുന്ന കർത്താവേ. I am in need of your blessings and guidance. Help me anchor my faith in you just as Abraham did. Strengthen my belief in your promises and may കർത്താവേ ഞങ്ങളുടെ ലൈഫ്, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ 11 അധ്യായത്തെ എബ്രായ ലേഖനം ഞങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന വിശ്വാസ വീരന്മാരെക്കാളും വിശ്വാസം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഡാഡി, ട്രാൻസ്ഫോം അവർ ഹാർട്ട്സ്, ട്രാൻസ്ഫോം അവർ ഫാമിലി. ഡാഡി കർത്താവെ, ഗ്രാൻഡ് us a blessed life that reflects a close communion with you. കർത്താവെ, ഞങ്ങൾ അപ്പനോട് ചേർന്ന് കർത്താവെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു ഡാഡി. കർത്താവെ, അബ്രഹാം, ഇസഹാക്ക്, എത്ര വിശ്വാസ വീരന്മാരെക്കുറിച്ച് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. ധരാഭാഷത്തര. അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങളിൽ വളർന്നു വരണമേ കർത്താവെ. ഞങ്ങളെ താഴ്ത്തി ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ കർത്താവെ അങ്ങ് ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങൾക്ക് അധികമായ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെ മേലും ആഴമേറിയ വിശ്വാസം കർത്താവ് നൽകണമേ. എൻ്റെ ദൈവം, ഹീസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും പരിശുദ്ധാത്മാവെ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശ്വാസമില്ലാതെ അപ്പനെ അടുക്കുവാൻ, അപ്പൻ്റെ അടുക്ക വരുവാൻ, അപ്പനോട് പ്രാർത്ഥിക്കുവാൻ, അപ്പനിൽ നിന്ന് പ്രാപിക്കുവാൻ, അപ്പൻ്റെ ഹാലലി ക്രിസ്തീയ ജീവിതത്തിൽ അപ്പനോടൊപ്പം നടക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ അറിയുന്നു കർത്താവേ. അത്തരാപരാധികാരകശന്തര. കർത്താവെ, അധിക സമയം അപ്പനോട് ചേർന്നിരുപ്പാൻ, അപ്പൻ്റെ വചനം ധ്യാനിപ്പാൻ, അപ്പൻ്റെ പാദത്തിലിരുപ്പാൻ. അതലാപരാധികാരകസന്തരധികാരകശന്തര. ഞങ്ങളുടെ നാവുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം വരുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മെസ്സേജ് കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരെയും ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഡാഡി, ഐ ആം പ്രേയിങ് ഫോർ ഓൾ ദ പാസ്റ്റേഴ്സ്, അസിസ്റ്റൻറ്റ് പാസ്റ്റേഴ്സ്, ഡീക്കന്മാർ, സഭ കുടുംബങ്ങൾ, ഞങ്ങളെ ആത്മീയമായി നടത്തിയവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സൂ മീറ്റിങ്സ്, അനുഗ്രഹിക്കപ്പെട്ട സൂ മീറ്റിങ്സ് നടത്തുന്ന എല്ലാ ശുശ്രൂഷകരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നാളെ ഞങ്ങളുടെ സൂ മീറ്റിംഗ് ശുശ്രൂഷവരെ, നാളെ ഈ ചൊവ്വാഴ്ച ശുശ്രൂഷിക്കാൻ പോകുന്ന ദേവദാസനെ എല്ലാം കുടുംബമായി അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം പപ്പ അങ്ങയുടെ നാമമഹത്വനായിത്തീരണം, അപ്പൻ്റെ രാജ്യം പണിയപ്പെടണം ഡാഡി. അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാഗ്രഹമില്ല കർത്താവേ. ഞങ്ങളുടെ സ്വയം കാര്യങ്ങൾ, ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഹല്ലേലൂയ എല്ലാം ഉണ്ട് എങ്കിലും ഹല്ലേലൂയ
let us give more priority for your kingdom to be built through us, Daddy. Hallelujah. അത്തരാ പരാധികാരഗതികസ്യ, ഞങ്ങളുടെ സകല വിഷയങ്ങളെ അറിയുന്നത് അങ്ങാണല്ലോ കർത്താവേ. കർത്താവേ, ഹാലേലിന ദേവദാസിയുടെ ഹാലേലി മകളുടെ എൻഗേജ്മെൻറ്റ് നടക്കുവാണല്ലോ. ദൈവമോട് അത്ഭുതം ചെയ്യണം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങണം കർത്താവേ. കർത്താവിൻ്റെ വലിയ കൃപ അവിടെ ഇറങ്ങുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മകൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുവാൻ ആ ദാസിയും കുടുംബത്തെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങണം. പ്രത്യേക ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവരുണ്ട് ഡാഡി. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ മറയ്ക്കണം. അവരുടെ വിശ്വാസം നഷ്ടമായി പോവരുത് കർത്താവേ. അവർ പിന്മാറ്റത്തിലേക്ക് പോവരുത് കർത്താവേ. തീയുടെ അതികഠിനമായ ചൂടിൻ്റെ നടുവിൽ കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സ്വർഗമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി ഡയാലിസിസിലൂടെ പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിയിൽ പഠിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ എല്ലാ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആൻറ്റിമാരെ സുഖമില്ലാതിരിക്കുന്നവരുണ്ട് ഡാഡി, അങ്ങ് അവരെ സൗഖ്യമാക്കണം. ആരെല്ലാം വേദനപ്പെട്ടിരിക്കുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്നു, ആരെ സഹായിക്കാനില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഗ്ലോറി അവരുടെ മേൽ ഇറങ്ങണം. കർത്താവേ, ലോകത്തിലുള്ള എല്ലാ മിഷണറിമാരെയും പാസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കും. സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷണറിമാരെല്ലാം, യൗവനക്കാരെ, പെൺമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ എല്ലാം, ഞങ്ങളുടെ മക്കളെ, എൻ്റെ മോൾ ഉൾപ്പെടെ എല്ലാവരെയും കർത്താവ് അഭിഷേകത്തിന്മേൽ അഭിഷേകത്താൽ നിറയ്ക്കണം. അവരുടെ ജോലി, അവരുടെ സ്റ്റഡീസിനെ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ പോകുന്ന വഴികളിലെല്ലാം കർത്താവിൻ്റെ കരുതലും കാവലും ഉണ്ടാകണം. കർത്താവ് ശത്രു അവരുടെ മേൽ ദൃഷ്ടി വെക്കരുതേ. വാഹനങ്ങളെല്ലാം, ഞങ്ങൾക്കുള്ള എല്ലാ യേശുക്രിസ്തു രക്ത കവർ ചെയ്ത് മുദ്രയിടുന്ന കർത്താവ്. ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത് അനേകരിൽ പരിശുദ്ധാത്മാവ് എത്തിക്കണമേ. അനേകർക്കിത് അനുഗ്രഹമാക്കി കർത്താവ് തീർത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അനാഥരെ, വിധവമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിലിറ്റൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപരാധികാരക കർത്താവെ, അനേകർ പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഫാമിലി തലങ്ങളിൽ പല ടോർച്ചറിങ്ങിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഡാഡി, ടച്ച് ഈച്ച് ആൻഡ് എവ്രി വൺ. അടിയൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ അങ്ങേക്ക് ഹല്ലേലൂയ, ഓ റിഖാരാബ സന്തറ, യു ക്യാൻ ടച്ച് ഇൻ ഡെലിവർ ദം ഡാഡി. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ആരോടും പറയാൻ കഴിയാതെ നീറുന്ന വേദനകളുടെ നടുവിൽ ആയിരിക്കുന്ന കുടുംബങ്ങൾ എൻ്റെ കർത്താവേ. ഹല്ലേലൂയ. അവർക്ക് ആശ്വാസമായി തീരണമേ കർത്താവേ. അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരണമേ കർത്താവ്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. ഏതെല്ലാം വിഷയത്തിൽ അവർ ഭാരപ്പെടുന്നു. കഴിഞ്ഞ നാളിൽ കർത്താവ് അനേക വിടുതലുകൾ തന്നല്ലോ. ഇനിയും കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. ഡു വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് ഇൻ ദിസ് മീറ്റിംഗ്സ് ഡാഡി. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം യേശുപ്പിച്ചനെടുത്ത ആടിനെ കുഞ്ഞിനെ യേശുരക്താവ് മറയ്ക്കും. ഞങ്ങളുടെ ചുറ്റും കർത്താവ് തീമതിലായിരിക്കണം. കർത്താവ് ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവ് സഹായിച്ചത് കൊണ്ടാണ്. അടിയൻ്റെ ഒരു കഴിവോ ബുദ്ധിയോ ഒന്നുമല്ല കർത്താവ്, അങ്ങ് തന്നത് അങ്ങയുടെ മക്കൾക്ക് വിളമ്പിക്കൊടുത്തു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചുകൊണ്ടിരിക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധനാമം തന്നെ. ആമേൻ, ആമേൻ. Thank you, Jesus. Thank you, Holy Spirit. So I will see you tomorrow with another blessing message. May God bless you all. If you got any prayer requests, you can call me or text me at my number 81388145577. May God bless you all. Bye-bye.